നിങ്ങളുടെ പങ്കാളിയുടെ കറൻറ്റ് ഫീലിങ്സ് അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അതിനു വേണ്ടി കുറച്ച് പ്രാർത്ഥനയോടുകൂടിയൊക്കെ കാണുക കേട്ടോ. ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചാണ് തുടങ്ങുന്നത്. ഇനി ഇവിടെ കിട്ടിയ കാർഡിന് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഉള്ളത് ഏതാണോ അതിനാണ് ഒരു മന്ത്രം നമ്മൾ ചൊല്ലുന്നത്. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചാനലൊന്ന് സബ് ചെയ്ത ശേഷം താഴെ ഒരു കമൻ്റ് ഇടുക. നിങ്ങൾ കൂടി ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്തെങ്കിലും അറിയണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി ടാരോ ദേവി നിങ്ങൾക്ക് തരുന്ന മെസ്സേജുകൾ, നിർദ്ദേശങ്ങൾ ഇതെല്ലാം എന്താണെന്ന് നോക്കാം. 5 വാണ്ടാണ് ആദ്യത്തെ കാർഡ്. ഇന്നലെ 5 സോഡ്സും 5 വാണ്ടും മറ്റൊരു കാർഡാണ് കിട്ടിയത്. ഇനി 7 സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് വഴക്കിൻ്റെ ടെൻഡൻസി ഉണ്ടല്ലോ. 4 ഓഫ് വാണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് കള്ളത്തരം പറയുന്നുണ്ട് കേട്ടോ. ഹെരഫൻറ്റ് വന്നിട്ടുണ്ട്. കുറച്ച് തണ്ട് കൂടുതലാണ്. നല്ല സൗന്ദര്യം ഉണ്ടാവും. ഡെത്ത് കാർഡ് വന്നു. എൻഡ് ആയിരിക്കുകയാണ് അല്ലേ. 2 കപ്പാണ്. കുട്ടികളുടെ പോലെ കലഹിക്കുന്നവരാണ്, പ്രണയിക്കുന്നവരുമാണ്. ടവറാണ്. ഇപ്പോൾ ഒക്കെ കത്തി അമർന്ന ടവറാണ് കാണുന്നത്. ഏസ് ഓഫ് വാണ്ട്. അതിൽ നിന്നൊരു തളിരും പൂവും കായൊക്കെ ഉണ്ടാവും. റീയൂണിയൻ ഉണ്ടെന്നർത്ഥം. നൈറ്റ് കപ്പ്. ഏതെങ്കിലും ഒരു കാർഡ് നൈറ്റ് കപ്പ് തരുമല്ലോ. ആരാണ് നിങ്ങൾ ഇങ്ങനെ മറ്റുള്ളവരറിയാതെ പ്രണയിക്കുന്ന ആരോ ഒരാൾ അങ്ങനെ കാണുന്നുണ്ട്. ഇനി 7 പെൻഡക്കളും സ്ട്രെങ്ത്തും വന്നു. അശ്വതി, ഭരണി, കാർത്തിക, ചിത്തിര, ചോതി, വിശാഖം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി ഇതൊക്കെയാണ് ബ്ലെസ്സിങ് സ്റ്റാറായിട്ട് വന്നിരിക്കുന്നത്. 5 വന്നിട്ടുണ്ട്. 7 2 തവണ വന്നിട്ടുണ്ട്. 4 വന്നിട്ടുണ്ട്. 13 വന്നിട്ടുണ്ട്. 2 വന്നിട്ടുണ്ട്. 16 വന്നിട്ടുണ്ട്. 1 വന്നിട്ടുണ്ട്. 6 ഒരു തവണ വന്നിട്ടുണ്ട്. 8 വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്പറുകൾ. പലാശപുഷ്പ സങ്കാശം, താരകാഗ്രഹ മസ്തകം, രൗദ്രം രൗദ്രാത്മകം ഘോരം, തം ശിഖിം പ്രണമാമ്യഹം. ഇവിടെ നിങ്ങൾക്ക് വിപരീതമായി നിൽക്കുന്ന ആളെയാണ് നമ്മൾ വന്ദിച്ചത്. നിങ്ങളുടെ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, നിങ്ങൾക്ക് കടങ്ങൾ ഉണ്ടാക്കുന്ന, നിങ്ങൾക്ക് ജോലി ഇല്ലാതാക്കുന്ന, നിങ്ങൾക്ക് മനസ്സിൽ വിഷം നിറയ്ക്കുന്ന, സംശയം കൊണ്ട് അകലുന്ന ഇതുപോലുള്ള സംഭവങ്ങളെല്ലാം മാറിയിട്ടോ. ഇനി നമുക്ക് ആദ്യത്തെ കാർഡായ 5 വാണ്ടിലേക്ക് പോവാം. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. ചില ആളുകൾ ഇത് എഴുതിയെടുക്കുന്നുണ്ട് എന്നിട്ട് ജപിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. മന്ത്രം ജപിക്കുമ്പോൾ അതിന് ചില രീതികളുണ്ട്. അത് അനുഷ്ഠിക്കാഞ്ഞാൽ വിപരീതമായ ഫലമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും കയറി ജപിക്കാനൊന്നും പാടില്ല. ഇത് കേൾക്കുക കേട്ടോ. കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഗുണങ്ങളുണ്ടാവും. അതിന് ചില രീതികളുണ്ട്, ചിട്ടകളുണ്ട്. കുളിക്കാതെ നോൺ വെജ് കഴിച്ചിട്ട് അല്ലെങ്കിൽ മെൻസസ് പീരീഡിൽ ഈ സമയത്തൊക്കെ ഈ മന്ത്രങ്ങൾ കേൾക്കാൻ പോലും പാടില്ല കേട്ടോ. അങ്ങനെ ദേഹത്തിന് ശുദ്ധിയില്ലാത്തപ്പോൾ, മനസ്സിന് ശുദ്ധിയില്ലാത്തപ്പോൾ, മനസ്സിൽ പലവിധ ചിന്തകളുള്ളപ്പോൾ ഒന്നും ഇത് ചെയ്യാൻ പാടില്ല. അതിന് ചില ചിട്ടകളുണ്ട്. ഞാൻ ജനിച്ചിന്ന് വരെ നോൺ കഴിക്കാത്ത ആളാണ്. പിന്നെ എൻ്റെ പീരീഡ്സൊക്കെ നിന്ന ആളാണ്. പിന്നെ ദേഹശുദ്ധിയുണ്ട്, മനഃശുദ്ധിയുണ്ട്. ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഇത് ഞാൻ ജപിക്കുന്നത്. എല്ലാവർക്കും കൂടി വേണ്ടിയാണ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ക്രമത്തിലാണ് ചെയ്യുന്നത്. അതുകൂടി മനസ്സിലാക്കുക കേട്ടോ. മന്ത്രം എഴുതുന്നത് കൊണ്ടൊന്നും പ്രശ്നമില്ല. പക്ഷെ അത് സ്വാമി റൂമിൽ, പൂജാമുറിയിൽ മാത്രമേ വെക്കാൻ പാടൂ. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ആദ്യത്തെ കാർഡ് 5 വാണ്ടാണ്. 5 എന്ന നമ്പർ ഭൂമിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. പഞ്ചതന്മാത്ര സായക. 5 സായകം ഉള്ള ആളെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് കാമദേവൻ. 5 ഇന്ദ്രിയങ്ങളെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് അല്ലേ. നമുക്ക് പല ഫീലിങ്സ് ഉണ്ടാവും അല്ലേ. അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. 5 തരം ഇഷ്ടങ്ങളെയാണ് ഇവിടെ പറയുന്നത്. എന്നാൽ കലഹത്തിനെ കൂടി ഇവിടെ പറയുന്നുണ്ട്. 5 തരം ഇഷ്ടമുണ്ട്. കാമദേവനാണ് ഇവിടെ വന്നിരിക്കുന്നത്, പഞ്ചസായകൻ. പക്ഷേ കാമദേവൻ തന്നെ 5 തരം ഫീലിങ്സ് ഉണ്ടാക്കും അല്ലേ. ദേഷ്യത്തിൻ്റെ ഉണ്ടാവും, പ്രണയത്തിൻ്റെ ഉണ്ടാവും. ഇനി കാമത്തിൻ്റെ ഉണ്ട്, കാമത്തിൻ്റെ തീയുണ്ട് അല്ലേ. ഇനി മറ്റൊന്ന് ആത്മാവിൻ്റെ തീയാണ്. അപ്പോൾ എല്ലാ തരം ഇഷ്ടങ്ങളുള്ള ആൾ തന്നെയാണ് നിങ്ങളുടെ പങ്കാളി. എന്നാൽ ഇവിടെ പറയുന്ന കലഹത്തിനെ കുറിച്ചാണ്. രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ഉണ്ടായി. അതിന് കാരണം മറ്റൊരാളുണ്ട് എന്ന തോന്നലായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരാൾ ശരിക്കും ഉണ്ടാവുകയായിരിക്കാം, വേറൊരു ഓപ്ഷൻ ഉണ്ടാവുകയായിരിക്കാം. ഇത് സിംഗിൾസിൻ്റെ കാര്യമാണ്. ദമ്പതികളാണെങ്കിൽ ഇതുപോലുള്ള ആരോപണമൊക്കെ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ പങ്കാളി, ഭർത്താവായാലും ഭാര്യയായാലും അമിതമായിട്ട് ആരോടെങ്കിലും ഒന്ന് നോക്കിയാൽ,
ഒന്ന് സംസാരിച്ചാൽ അവിടെ കലഹമാണ്. ഇവിടെ പ്രണയത്തിന് മാത്രമാണ് കലഹം ഉണ്ടാക്കാൻ കഴിയൂ. അതാണ് ഒരു പ്രത്യേകത. പ്രണയമുള്ളവർ തമ്മിലേ കലഹം ഉണ്ടാവൂ. അല്ലാതെ വല്ലവരെയും നോക്കിയാൽ നമുക്ക് എന്തെങ്കിലും തോന്നുമോ? ഇല്ലല്ലോ. നമ്മുടെ മാത്രമാണ്. അതാണ് ആ ചിന്ത വരുമ്പോഴാണ് കലഹം ഉണ്ടാവുന്നത്. അവർക്ക് നിങ്ങളെയും നിങ്ങൾക്ക് അവരെ ഇഷ്ടപ്പെടുമ്പോഴാണ് ഈ കലഹം ഉണ്ടാവുന്നത്. അത് മനസ്സിലാക്കുക. എൻ്റെ പങ്കാളിയെ ആരെങ്കിലും കൊണ്ടുപോവുമോ, എൻ്റെ പങ്കാളി ആരെങ്കിലും നോക്കുവോ, എൻ്റെ പങ്കാളിയെ മറ്റാരെങ്കിലും സ്നേഹിക്കുവോ, ഇങ്ങനെ സ്വാർത്ഥമായി ചിന്തിക്കുമ്പോഴാണ് അവിടെ കലഹം ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് മറ്റൊരാളുണ്ടോ എന്നുള്ള സംശയമാണ് 5 എന്ന നമ്പർ കാണിക്കുന്നത്. ഇനി കള്ളത്തരം പറയുന്ന ആളും കള്ളത്തരം പ്രവർത്തിക്കുന്ന ആളുമാണ് ഈ വ്യക്തി, നിങ്ങളുടെ പങ്കാളി. കുറച്ച് തരികടി കള്ളത്തരമൊക്കെ ഉണ്ട്. അതാണ് 7 സോഡ്സ് പറയുന്നത് ചിലതൊക്കെ കള്ളമാണ്, കള്ളം പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പം നിങ്ങളറിയാത്ത ചില പരിപാടികളൊക്കെ ഉണ്ട്. അത് ഈ തേർഡ് പാർട്ടി ഒന്നും അല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. നിങ്ങളറിയാതെ എന്തൊക്കെയോ ചിലപ്പോൾ ലഹരി ഉപയോഗിക്കാതിരിക്കുക, ചിലപ്പോൾ കൂട്ടുകാരുടെ കൂടെ പോവുമായിരിക്കുക. ആൺകുട്ടികളാണെങ്കിൽ നിങ്ങളോട് പറയുന്നുണ്ടാവില്ല, നിങ്ങൾ വിലക്കുന്നുണ്ടാവും. അവരുടെ കൂടെ കൂട്ടുകൂടണ്ട, മദ്യപിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ചീത്ത സ്വഭാവമുള്ള ആളാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ നിയന്ത്രിക്കും നമ്മളുടെ പങ്കാളിയെ. അപ്പം അതുപോലെയുള്ള കൺട്രോളൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് കള്ളങ്ങൾ പറയുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്കിടയിൽ കള്ളം പറയുന്ന മറ്റൊരാളുണ്ടാവാനും സാധ്യതയുണ്ട്. മറഞ്ഞു നിന്ന് ആരാധിക്കുന്ന, പ്രണയിക്കുന്ന, സ്പൈ ചെയ്യുന്ന ഒരാളുണ്ട് എന്നാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം 7 എന്ന നമ്പർ 2 തവണയാണ് വന്നിരിക്കുന്നത് അല്ലേ. 7 എന്ന് പറഞ്ഞ കാളിയനാണ്, അല്ലെങ്കിൽ കാർക്കോടകനാണ്, പെസഡോണാണ്, വിഷമാണ്, സർപ്പമാണ്. ഇത് കുറേ കാര്യങ്ങളെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങളോട് ഫിസിക്കൽ താല്പര്യം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഫിസിക്കലായി ബന്ധമുള്ളവരായിരിക്കുക. ഇനി നിങ്ങൾക്കൊരു മാറ്റം അത്യാവശ്യമാണ് എന്ന് പറയുന്നതാണ് പെസഡോൺ. നിങ്ങൾ രൂപാന്തരം പ്രാപിച്ചേ പറ്റൂ. നിങ്ങളിപ്പോൾ പോകുന്ന ഈ കലഹമോ, ഈ കള്ളത്തരങ്ങളോ, ഈ സ്പൈ ചെയ്യുന്ന സ്വഭാവമോ, നിങ്ങളുടെ ജീവിതത്തിൽ അനാവശ്യമായി കൈകടത്തുന്ന മറ്റുള്ളവരുണ്ടെങ്കിലോ അതൊക്കെ മാറ്റം വരണം. നിങ്ങൾക്ക് രൂപാന്തരം പ്രാപിക്കണം. നിങ്ങൾ സ്നേഹത്തിലേക്ക് വരണം. ഇവിടെ ആത്മാക്കളുടെ ബന്ധമാണ്. നിങ്ങൾ കള്ളത്തരം പറയുന്നുണ്ടെങ്കിലും, നിങ്ങൾ കലഹിക്കുന്നുണ്ടെങ്കിലും, എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആത്മീയമാണ്, നിഗൂഢമാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ പോലും അറിയാതെ ഏതോ ജന്മത്തിലൊക്കെ നിങ്ങൾ ഒന്നായവരാണ്. നിങ്ങൾ പിരിയാൻ പറ്റാത്തവരാണ്. ഒരുപക്ഷെ ടിൻ ഫ്ലെയിം തന്നെ ആയിരിക്കാം. ഒരു ശരീരത്തിൻ്റെ മറ്റേ പാതി, അല്ലെങ്കിൽ ഒരാത്മാവിൻ്റെ മറ്റേ പാതി ആയിരിക്കാം. അതുപോലുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഈ നിഗൂഢം എന്ന വാക്ക് വരുന്നത് അല്ലേ. ആത്മീയവുമാണ്. രണ്ടുപേരും ആത്മാക്കളെ ഒന്നായവരാണ് മുജ്ജന്മങ്ങളിൽ. അതുകൊണ്ട് തന്നെ ബന്ധം ഏതായാലും നിങ്ങൾക്ക് പിരിയാനൊന്നും പറ്റില്ല. കള്ളത്തരം കാണിക്കുന്നുണ്ട്, കടമുണ്ട്, 2 ജാതി 2 മതമോ ആണ്, പല പ്രശ്നങ്ങളും നിങ്ങൾക്കിടയിലുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഒന്നാവേണ്ടവരാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഡെത്തായിട്ട് റീബർത്ത് ഉണ്ടായവരാണ്, അത് മനസ്സിലാക്കുക. അപ്പം നമ്മളറിയാത്ത നിഗൂഢമായ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതുപോലെ നടന്നതാണ് നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത്. നിങ്ങളുടെ പങ്കാളി നിങ്ങൾ ഈ ജന്മത്ത് മാത്രം കണ്ടുമുട്ടിയവരല്ല. അതാണ് ഇന്ന് ഡെത്ത് തരുന്ന സന്ദേശം. റീബർത്ത് ഉണ്ടായതാണ്. ഇനി ടവർ വന്നിട്ടുണ്ട്, എൻഡാവും ചെയ്യും. ചില ആളുകൾക്കാണ് മുന്നോട്ട് പോകാൻ പറ്റൂ, ചില ആളുകളുടെ എൻഡാവും. എല്ലാവരും ജീവിതകാലം മുഴുവൻ ഒന്നിച്ചു പോവും എന്ന് പറയുന്നില്ല. കാർമിക് ബന്ധങ്ങളും ഉണ്ട്. ഇവിടെ വന്നിട്ടുണ്ട്. നെഗറ്റീവായ ആളുകൾ നിൽക്കുന്നുണ്ടല്ലോ, പെസോഡോൺ വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഒരു സമയം വരുമ്പോൾ എൻഡാവുന്ന ബന്ധങ്ങൾ കാണുന്നുണ്ട്. സോൾമേറ്റ് ടിൻ ഫ്ലെയിമും വന്നിട്ടുണ്ട്. അപ്പം എല്ലാ തരം ബന്ധങ്ങളെയും ഇവിടെ കാണിക്കുന്നുണ്ട്. ചിലത് എൻഡാവേണ്ടതാണ്, ചിലത് തുടർന്ന് പോകേണ്ടതാണ്, ചിലത് ഒരിക്കലും ഒന്നാവാൻ കഴിയാത്തതാണ്. ടിൻ ഫ്ലെയിം ആണെങ്കിൽ പലതരം പരീക്ഷണങ്ങൾ ഉണ്ടാവും. തേർഡ് പാർട്ടി ഉണ്ടാവും ഇടയിൽ. നിങ്ങൾക്ക് ഒന്നാവാൻ പറ്റില്ല. നിങ്ങൾ ഒന്നാവണമെന്ന് വിചാരിക്കുമ്പോൾ ഒക്കെ തടസ്സങ്ങൾ കൊണ്ടുവന്നിടും. എന്നാൽ നിങ്ങൾക്ക് അത്രയും ഫീലിംഗ് ആയിരിക്കും, അത്രയും സ്നേഹം കൂടുകയുള്ളൂ. അതുപോലെ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോണ്ടി വരും ടിൻ ഫ്ലെയിമായ. ഇനി വന്നിരിക്കുന്ന 4 വാണ്ടാണ്. 4 വാണ്ട് എന്ന് പറഞ്ഞാൽ തരികട കാണിക്കുന്നുണ്ട്. 7 സോഡ്സ് എന്ന് പറഞ്ഞാൽ കള്ളം പറയുന്നുണ്ട്. ഇനി അടുത്ത കാർഡ് വന്നിരിക്കുന്നത് ഋഷഭമാണ്. അപ്പോൾ പുരുഷൻ്റെ എനർജിയാണ് ഇവിടെ ആദ്യത്തെ 4 കാർഡിൽ വന്നിരിക്കുന്നത്. കുറച്ച് വാശിക്കാരനാണ്, കാണാൻ സൗന്ദര്യമുള്ള ആളാണ്, ധാരാളം കള്ളം പറയുന്ന ആളാണ്, അഹങ്കാരിയാണ്. നിങ്ങളെ എപ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരിക്കും, നിങ്ങളെ സ്പൈ ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങളെ വേണ്ട എന്ന രൂപത്തിൽ പെരുമാറും. ഡെവിൾ എനർജി നിൽക്കും. ചില സമയത്തൊക്കെ ചെറിയ രീതിയിലെങ്കിലും മദ്യപിക്കുന്ന, പുകവലിക്കുന്ന സ്വഭാവം ഉണ്ടാവും. അപ്പം അത് അഡിക്റ്റാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, ചെറിയതായിട്ടൊക്കെ ഉണ്ടാവും. എന്നാൽ ഈ വ്യക്തി നിങ്ങൾക്ക് വരുതിയിൽ വരുന്ന ആളല്ല, മെരുങ്ങാത്ത ആളാണ്. അവിടെ ലിയോ വന്നു, സിംഹം. അപ്പം ഋഷഭമുണ്ട്, ലിയോ ഉണ്ട്,
പെസഡോൺ ഉണ്ട്, ഹേഡിസ് ഉണ്ട്. ഇവരൊക്കെ ഒതുക്കിയ ഒതുങ്ങാത്ത പുരുഷ എനർജികളാണ്. അപ്പൊ ഇവിടെ സ്ത്രീകൾ ഇത്തിരി പാവങ്ങളും പുരുഷന്മാരിത്തിരി വഴങ്ങാത്തവരുമാണ്. അത് വേണം. പുരുഷന്മാരെന്ന് പറഞ്ഞാൽ കുറച്ച് തണ്ടുള്ളതൊക്കെ നല്ലതാണ്, നിങ്ങളെ പരീക്ഷിക്കുമെങ്കിലും നിങ്ങളുടെ ബന്ധം ആത്മാക്കളുടെ ബന്ധമാണ്. അത് എൻഡാവേണ്ടത് ചിലതുണ്ട്, തുടർന്ന് പോകേണ്ടത് ചിലതുണ്ട്, പരീക്ഷണങ്ങൾ കൊണ്ട് ഒരിക്കലും സ്നേഹിക്കാൻ കഴിയാത്ത ചിലതുണ്ട്. അപ്പം ഇതിലേതാണ് നിങ്ങളുടേന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. ആൾ കുറച്ച് തണ്ടുള്ള ആളാണ്, കുറച്ച് പരീക്ഷിക്കുന്ന ആളാണ്, കുറച്ച് വേദനിപ്പിക്കുന്ന ആളാണ്, കുറച്ച് അകന്ന് നിൽക്കുന്ന ആളാണ്, കുറച്ച് സ്പൈ ചെയ്യുന്ന ആളാണ്, കുറച്ച് വഴങ്ങാത്ത ആളുമാണ്. അതാണ് ലിയോയിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്. സ്ട്രെങ്ത്ത്, വഴങ്ങില്ല, മെരുങ്ങില്ല, വന്യമായ സ്വഭാവം എന്നാണ് പറയുന്നത്. വന്യമായ സ്വഭാവമൊക്കെ ആണോ നിങ്ങളുടെ പങ്കാളിക്ക്? ഇനി വന്നിരിക്കുന്നു ഡെത്ത് കാർഡ്. റീബർത്ത് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇനി ചില ദുസ്വഭാവങ്ങൾ ഉപേക്ഷിക്കാനാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്കോ അവർക്കോ എന്തെങ്കിലുമൊക്കെ ദുസ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാനാണ് ഡെത്ത് കാർഡ് പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കട്ടോ. വഴക്കിടുന്ന സ്വഭാവം, അനാവശ്യമായി സംശയിക്കുന്ന സ്വഭാവം, എന്ത് ദുസ്വഭാവമാണ് നിങ്ങൾക്കുള്ളത് എങ്കിലും അവർക്കുള്ളത് എങ്കിലും അത് കളഞ്ഞേ പറ്റൂ. എന്നാലാണ് ബന്ധം നന്നായിട്ട് പോകൂ എന്ന് പറയുന്ന കാർഡാണ് റീബർത്ത് വന്ന ഡെത്ത് പറയുന്നത്. അപ്പം നിങ്ങൾ പുനർജനിച്ചതാണ് എന്ന് പറയുന്നുണ്ട്, കാർമിക് ബന്ധമാണ് എന്ന് പറയുന്നുണ്ട്, എൻഡാവും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അഡിക്റ്റ് ആവണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പം ചിലരുടെ ബന്ധം ദീർഘമായിട്ട് പോവില്ല കേട്ടോ, എൻഡാവേണ്ട ബന്ധങ്ങൾ തന്നെയാണ്. അതാണ് ഡെത്ത് കാർഡും ടവറും കൂടി പറയുന്നത്. ആകാശഗോപുരങ്ങൾ തകർന്ന് വീഴുക അല്ലെങ്കിൽ കത്തിച്ചാമ്പലാവുക, അതിവിടെ കാണിക്കുന്നുണ്ട്. അപ്പം വന്നതിന് വിപരീതമായിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചില കാരണങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. 2 ജാതിയോ 2 മതമോ ആയിരിക്കാം, വീട്ടുകാർ സമ്മതിക്കാത്തതാവാം, സാമ്പത്തിക ഏറ്റക്കുറച്ചിലുകളാവാം, ഒരുപാട് കടമുള്ള പങ്കാളിയാവാം, ജോലിയില്ലാത്ത പങ്കാളിയാവാം, ഇനി ജാതി കൊണ്ട് 2 ആവാം. ഇവിടെ സവർണരും അവർണരും വന്നിട്ടുണ്ട്, ആര്യ ദ്രാവിഡം. ഇനി വന്നിരിക്കുന്നു 2 കപ്പ്. തുടക്കത്തിൽ തന്നെ എൻഡാവുന്ന ഒരു ബന്ധത്തിനെ കാണിക്കുന്നുണ്ട്, സോൾമേറ്റിനെ കാണിക്കുന്നുണ്ട്, വിവാഹിതരെ കാണിക്കുന്നുണ്ട്, പുരുഷന്മാരെക്കാൾ മുതിർന്ന ലേഡികളെ കാണിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കലഹിക്കുന്നവരെ കാണിക്കുന്നുണ്ട്, കുട്ടികളെ പോലെ പെരുമാറുന്നവരെ കാണിക്കുന്നുണ്ട്, നിഷ്കളങ്കമായി പെരുമാറുന്നവരെ. ഇതിലേതാണ് നിങ്ങൾ? എൻഡാവേണ്ടി വരും എന്ന് ചില കാർഡുകൾ പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടേത് കുട്ടികളെ പോലുള്ള പ്രണയമാണ്, ഡീപ്പ് ലവ് ആണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. സാഹചര്യം അനുസരിച്ചാണ് നിങ്ങളുടെ പ്രണയം മുന്നോട്ട് പോകൂ, അതും പറയാതിരിക്കാൻ പറ്റില്ല. വീട്ടുകാരെ എതിർക്കുകയാണ്, അതിൽ നിങ്ങൾ തളർന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ സ്നേഹം സത്യസന്ധമാണ്, മുജ്ജന്മ ബന്ധമാണ്, അത് ഉറപ്പിച്ച് പറയാം. ഇനി വന്നിരിക്കുന്നു ടവർ. എൻഡായ ബന്ധത്തിനെയാണ് കാണിക്കുന്നത്, എരിഞ്ഞടങ്ങിയ സ്വപ്നങ്ങളെയാണ് കാണിക്കുന്നത്, ഇപ്പം എൻഡായതുപോലെയാണ് കാണിക്കുന്നത്. എന്നാൽ ഡെത്തും ടവറും തരുന്ന മറ്റൊരു സന്ദേശം നിങ്ങൾക്ക് റീയൂണിയൻ ഉണ്ടാവുമെന്നാണ്. മിണ്ടാതിരിക്കുകയാണ് നിങ്ങളുടെ പങ്കാളി, ബ്ലോക്ക് ചെയ്ത് പോയിരിക്കുകയാണെങ്കിൽ അവരെ അധികം വൈകാതെ തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. ടവർ മാത്രമല്ല, ഏസ് ഓഫ് വാർഡും അതാണ് പറയുന്നത്. അവർക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, കുറച്ച് അഹങ്കാരമുണ്ട്, കള്ളത്തരമുണ്ട്, മെരുങ്ങാത്ത സ്വഭാവമുണ്ട്. അത് അവർക്ക് ആവണമെന്നില്ല, അവരുടെ വീട്ടുകാരും ആവാം. വഴങ്ങാത്ത സ്വഭാവമുള്ള ലിയോ, നിങ്ങളെ എല്ലാ തരത്തിലും ഇഷ്ടമാണ് അവർക്ക് എന്ന് ഞാൻ 5 ആണ്ടിൽ നിന്ന് തുടങ്ങി ഇതുവരെയും പറഞ്ഞു അല്ലേ, 2 കപ്പിൽ വരെയും പറഞ്ഞു. എന്നാൽ ടവർ വന്നിരിക്കുന്ന ചാമ്പലായ മോഹങ്ങളെ കുറിച്ചാണ് പറയുന്നത്, എൻഡായ ബന്ധങ്ങളെ കുറിച്ചാണ് പറയുന്നത്, റീയൂണിയന് വേണ്ടി കാത്തിരിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ അത് നടക്കും എന്നുകൂടി ടവറും പറയുന്നുണ്ട്, ഡെത്ത് കാർഡും പറയുന്നുണ്ട്. ആരസ് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ എന്തോ ചെറിയ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്. തമ്മത്തല്ലിൻ്റെ ദേവനാണ്, വഴക്കിൻ്റെ ദേവനാണ്. എന്നാലും നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അവരെ എൻഡാക്കുമ്പോൾ നിങ്ങളെങ്ങനെ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങളാണ് എൻഡാക്കുന്നത് എങ്കിൽ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്, അത് ഉറപ്പാണ്. ഫീലിങ്സ് അറിയുന്നുണ്ട്, നിങ്ങൾക്ക് വിഷമമായ അവർക്ക് മനസ്സിലാവുന്നുണ്ട്, സ്വപ്നം കാണുന്നുണ്ട്, പല സൈനുകളും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ ഇത് മുന്നോട്ട് പോവും എന്ന് പറയുന്നില്ല. ഇന്നത്തെ റീഡിങ്ങിൽ അതാ വന്നിരിക്കുന്നത്. എൻഡാവുന്ന ബന്ധങ്ങളെക്കുറിച്ച് കാണിക്കുന്നുണ്ട്. ഡെത്തായിട്ട് റീബർത്ത് ഉണ്ടായവരാണ് എങ്കിലും കാർമിക്കാണ് എന്ന് പറയുന്നത്. ഒരു സമയമാവുമ്പോൾ എൻഡാവുന്ന ബന്ധങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. പരീക്ഷണങ്ങൾ ധാരാളമുള്ള ബന്ധങ്ങളും വന്നിട്ടുണ്ട്. സ്നേഹം പങ്കുവെക്കാൻ പറ്റാത്തവർ, അതാണ് ടിൻ ഫ്ലെയിമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ സോൾമേറ്റ് വന്നു, ടിൻ ഫ്ലെയിം വന്നു, കാർമിക് വന്നു. ഇതൊക്കെ ഒരാളുടെ കാര്യമായിരിക്കാൻ പറയുന്നുണ്ടാവുക, ഒരുപാട് പേരല്ലേ കാണുന്നുണ്ടാവുക. അപ്പം നിങ്ങളുടെ ഇതിൽ ഏത് ബന്ധമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും.
നിങ്ങൾ കണ്ടുമുട്ടാൻ തീരുമാനിക്കുമ്പോൾ ഒക്കെ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവുക, നിങ്ങൾക്ക് കണ്ടുമുട്ടാനേ കഴിയാതിരിക്കുക, സംസാരിക്കാൻ വിലക്കുകൾ ഉണ്ടാവുക, അങ്ങനെ നിങ്ങളെ അടുപ്പിക്കാതെ അകറ്റിക്കൊണ്ടേയിരിക്കുന്ന പ്രശ്നങ്ങളാണ്. എന്നാൽ അതിൻ്റെ 1000 ഇരട്ടിയിൽ നിങ്ങൾ മനസ്സുകൾ തമ്മിൽ അടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ടിൻ ഫ്ലെയിം ജേണിയാണ്. ഇനി സോൾ കണക്ഷൻ ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഒന്നാവാൻ കഴിയാതെ 2 കുടുംബത്തിലായി പോയിട്ടുണ്ടാവും, മറ്റൊരാൾ പങ്കാളിയായിട്ടുണ്ടാവും. അതാണ് സോൾമേറ്റ്. അല്ലെങ്കിൽ വിവാഹം കഴിക്കാനേ പറ്റില്ല, നിത്യകാമുകൻ അല്ലെങ്കിൽ കാമുകിയായിരിക്കാം. ഇനി കാർമിക്കാണെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടാവും, ഭാര്യയും ഭർത്താവും ആയിട്ടുണ്ടാവും, വഴക്കുകൾ ഉണ്ടാവും, സ്നേഹം പങ്കുവെക്കുന്നില്ലായിരിക്കും. ഇതൊക്കെ കാർമിക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിലേതാണ് നിങ്ങളുടെ ബന്ധം എന്ന് നിങ്ങൾക്കറിയാം. ഇനി വിവാഹം കഴിക്കാൻ പറ്റാതെ പ്രണയിക്കുക, ഉണ്ടാവുക, അതൊക്കെ കാർമിക്കിലാണ് പോയിട്ട് കേട്ടോ, കർമ്മ ഫലം. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഈ ബന്ധത്തിൻ്റെ പൊരുൾ എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്, മറഞ്ഞിരുന്ന് പ്രണയിക്കുന്ന ഒരാളുണ്ട്, അവരുടെ പ്രണയം ദിവ്യമാണ്, അതുകൂടി ഇവിടെ പറയുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. കേട്ടോ, ഒരിക്കലും വിവാഹം കഴിക്കാൻ പറ്റാത്ത കണ്ണനും രാധയും സോൾമേറ്റ് വന്നു. പ്രതീക്ഷ കൊണ്ട് കാത്തിരിക്കുന്ന ഒരു പങ്കാളിയെ ഇവിടെ കാണുന്നുണ്ട്. ഓർമ്മകളിൽ ഇരിക്കുന്ന രാധയും വന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് മെസ്സേജായി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ റിപ്പീറ്റായി വന്നിട്ടുള്ള അക്ഷരങ്ങൾ ടി വന്നു, എസ്സും വന്നു. ഇനി അടുത്ത കാർഡുകൾ എടുക്കുമ്പോൾ നമുക്ക് പറയാം. ഇനി ഹെൽത്ത് കരിയർ ഇതിലേക്ക് പോവാം. ഇവിടെ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്ന കരൾ രോഗം വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അനീമിക് ആണെന്ന് പറയുന്നുണ്ട്, ബ്ലഡ് ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്, മഞ്ഞപ്പിത്തം പറയുന്നുണ്ട് കേട്ടോ, കുടൽ രോഗങ്ങൾ, ദഹനക്കേട് പറയുന്നുണ്ട്, നാഡീസംബന്ധമായ അസുഖങ്ങൾ പറയുന്നുണ്ട്, ഫുഡ് അലർജി, ത്വക്ക് രോഗങ്ങൾ. അപ്പോൾ ഇവിടെ വിഷം വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ വിഷത്തിനെ ഒന്ന് സൂക്ഷിക്കാൻ പറയുന്നുണ്ട്. ഏത് ജീവികളാണെങ്കിലും വിഷമാണ്, കടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മരണം വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഒരു മരണം കേൾക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഹെൽത്ത് ഇഷ്യൂവും അതിനോടനുബന്ധമായ കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി നമുക്ക് ജോലിയിലേക്ക് പോവാം. പോലീസ്, പട്ടാളം, IT മേഖല, ജിം ട്രെയിനർ, ഹോട്ടല്, ഭൂമി സംബന്ധമായ ഇടപാടുകൾ, ഗതാഗതം, ബാങ്ക്, ഇതൊക്കെയാണ് ജോലിയായിട്ട് വന്നിരിക്കുന്നത്. മെഡിക്കൽ രംഗം, പൊതുവായ കാര്യങ്ങൾ, വിവാഹ നിശ്ചയം, വിവാഹം പറയുന്നുണ്ട് കേട്ടോ. കല്യാണ ആലോചന വന്നാൽ നടക്കുമെന്ന് പറയുന്നുണ്ട്. കുറച്ച് കടമൊക്കെ കൂടിയ ആളുകളൊന്ന് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക, പേയ്മെൻ്റ് ഉണ്ട്. ഇനി നമുക്ക് മാലാഖയുടെ മെസ്സേജ് നോക്കാം. തിരിച്ചു കിട്ടാത്ത പ്രണയമാണ്, കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അല്ലേ. വെരി സൂൺ, വളരെ പെട്ടെന്ന് എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. അവർ നല്ല ആളാണ് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തി ഒരു ദൈവാനുഗ്രഹമുള്ളവരാണ്, അട്രാക്ഷൻ ഉണ്ട്, കൺട്രോൾ ഇഷ്യൂ ഉണ്ട്. അപ്പം 2 കുടുംബത്തിലിരിക്കുന്നവരാണെങ്കിൽ കൺട്രോൾ ഇഷ്യൂ ഉണ്ടാവും അല്ലേ. ഇനി വീട്ടുകാർ തന്നെയാണോ കൺട്രോൾ ചെയ്യുന്നതെന്ന് അറിയില്ല. കാർമിക് ബന്ധങ്ങൾ കണ്ടതുകൊണ്ട് എൻഡാവുന്ന ബന്ധങ്ങളുമുണ്ട്. അപ്പം നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾക്ക് കിട്ടും എന്ന് എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല. ഇവിടെ കണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഇവിടെ നിങ്ങളെ എതിർക്കാൻ വന്നിട്ടുള്ള ആ വിഷം നീങ്ങിപ്പോവാനാണ് നമ്മളിവിടെ ആദ്യം ആ മന്ത്രം ചൊല്ലിയത്. അതിൽ വിശ്വസിക്കുക, കുറേ തടസ്സങ്ങളൊക്കെ മാറും എന്ന് വിചാരിക്കുക, പ്രാർത്ഥിക്കുക. അത്രയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ബാക്കി ദൈവമല്ലേ ബലം തരണ്ടേ. ഞാനിവിടെ മറ്റുള്ള നന്മയൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരാളാണ്, സാധാരണ ഒരു വീട്ടമ്മയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, ആ ഒരു നന്മ ചെയ്യുന്നുണ്ട്. എന്നാൽ അത് നിങ്ങൾ അതേപടി സ്വീകരിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സും കുറച്ച് നന്മ നിറഞ്ഞതാവണം. അപ്പോൾ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. അതാണ് പറയാനുള്ളത്. പ്രാർത്ഥിക്കുന്നവരെ മറ്റുള്ളവരെ പ്രാകാൻ പാടില്ല, ശപിക്കാൻ പാടില്ല എന്നൊക്കെ പറയൂട്ടോ. മന്ത്രങ്ങളുടെ ശക്തി കുറയുള്ളൂ. വേറൊരാളെ അവരങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമല്ലോ. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ മന്ത്രത്തിൻ്റെ പോസിറ്റീവ് എനർജി കിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് നമ്മളെ നല്ല സന്തോഷത്തോടു കൂടി ശുഭചിന്തയോടുകൂടി വേണം മന്ത്രങ്ങളൊക്കെ കേൾക്കാനും. ജപിക്കുന്നവർ മാത്രം അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിൻ്റെ അനുഷ്ഠാനങ്ങളെല്ലാം ചെയ്ത ശേഷമാണ് ഇവിടെ ജപിക്കുന്നത്. ഇതെല്ലാവർക്കും അങ്ങ് ചെയ്യാമെന്ന് വിചാരിക്കരുത്. അതിന് ഒരുപാട് ശുദ്ധി വേണം, ശരീരത്തിന് ശുദ്ധി വേണം. നോണ് കഴിക്കാൻ പാടില്ല, മെൻസസ് പീരീഡ്, ഭർത്താവുമായിട്ടുള്ള സമാഗമങ്ങൾ, ഇതൊന്നും പാടില്ല.
അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് മന്ത്രം ജപിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഈ മന്ത്രം ജപിക്കാൻ വേണ്ടി പല കാര്യങ്ങളും അങ്ങ് ഉപേക്ഷിച്ച ശേഷമാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. എന്തിനാണ് ഇത് ഇവിടെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ചില ആളുകൾ എന്നോട് വാട്സപ്പിൽ വന്ന് പറഞ്ഞു എല്ലാ മന്ത്രങ്ങളും ഞാൻ എഴുതി വെക്കുന്നുണ്ട്, ജപിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ജപിക്കാൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കണം, എന്നാലാണ് അതിനൊരു ഫലം ഉണ്ടാവുക. അല്ലെങ്കിൽ നേരെ വിപരീതമായി നമുക്ക് അനുഭവപ്പെടും. അതുകൊണ്ടാണ് അത് പറഞ്ഞു തരുന്നത് കേട്ടോ. നിങ്ങൾക്കറിയില്ലല്ലോ, നമ്മൾ ലൗകിക ജീവിതത്തിൽ സന്യാസ ജീവിതം നയിക്കണം. അതാണ് ഒറ്റവാക്കിൽ പറയാനുള്ളത്. ഇപ്പം ഞാൻ അങ്ങനെ നയിക്കുന്ന ആളാണ്. ഐ മിസ് യു എന്നാണ് പറയുന്നത് കേട്ടോ. തേർഡ് പാർട്ടി ഉണ്ട്. അപ്പോൾ ഈ പവർഫുൾ മന്ത്രങ്ങൾക്ക് മാത്രമേ അതൊക്കെ ഉള്ളൂ. സാധാരണ ഒരു നാമമൊക്കെ ജപിക്കുക, ഐ ആം സോറി എന്ന് പറയുന്നത്. ഏത് നാമം ജപിക്കുകയാണെങ്കിലും നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കണം. മനഃശുദ്ധി വേണം, ശരീരശുദ്ധി വേണം. സുഹൃത്ത് മാത്രമാണ് എന്ന് പറയുന്നത്. മാരേജ്, വിവാഹം നടക്കാൻ സാധ്യതയുണ്ട്. മംഗളവസ്തുക്കൾ മലിനമാക്കിയാൽ എന്താണ് അതിൻ്റെ അനന്തരഫലം എന്ന് ചോദിച്ചാൽ ഉന്മാദമാണ് ഈ ജന്മത്തെ ഫലം. ഇനി അടുത്ത ജന്മത്തെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ, ഉന്മാദം എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് പിടിക്കും എന്നാണ്. ഇനി അടുത്ത ജന്മത്തെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ ചണ്ടാല കുലത്തിൽ വന്ന് ജനിക്കുമെന്നാണ്. അപ്പോൾ ജാതിയെക്കുറിച്ചല്ല പറയുന്നത്, നീചമായ കുടുംബത്തിൽ പോയി ജനിക്കും നമ്മൾ. കൊലപാതകം അല്ലെങ്കിൽ ഈ തീവ്രവാദികൾ ഇതുപോലുള്ള കുടുംബത്തിലൊക്കെ നമ്മൾ പോയി ജനിക്കും. കൊലയും കൊള്ളയും തൊഴിലാക്കിയ ആളുകളുടെയൊക്കെ ഇടയിൽ. അപ്പം മനസ്സിന് എന്താ ഉണ്ടാവുക? അപ്പോൾ അതുപോലുള്ള നീചപ്രവൃത്തികളാണ് നമ്മൾ ശുദ്ധിയില്ലാതെ മന്ത്രം ചൊല്ലി ഉണ്ടാവുന്നത്. അപ്പം മംഗളവസ്തുക്കൾ മലിനമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ ഇത് കേട്ടതുകൊണ്ട് നിങ്ങൾക്കൊന്നും വലിയ, ഞാൻ അതിൻ്റെ അനുഷ്ഠാനം അനുസരിച്ചാണ് ചെയ്യുന്നത്, അതുകൂടി മനസ്സിലാക്കുക. അപ്പോൾ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ജപിക്കാവുന്ന മന്ത്രങ്ങൾ എൻ്റെ അടുത്ത് റീഡിങ്ങിന് വന്നാൽ ഞാൻ പറഞ്ഞു തരും. അതിനപ്പുറമുള്ളത് പറഞ്ഞു തരില്ല. അതിന് ദോഷങ്ങളുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എല്ലാ മന്ത്രം എല്ലാവർക്കും എല്ലായ്പ്പോഴും ജപിക്കാൻ പാടില്ല. പവർഫുൾ മന്ത്രങ്ങളാണ് ഇവിടെ പറയുന്നതെല്ലാം. അത് മനസ്സിലാക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും പോസിറ്റീവായി ഇരിക്കുക.